കേരള ഗിന്നസ് റെക്കോർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്നുമുള്ള ഒരു മലയാളിയുടെ പേര്, അതും കേരളത്തിലെ ഏറ്റവും വലിയ പേപ്പർ ബോട്ട് നിർമ്മിച്ചതിന്റെ പേര്. അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പേപ്പർ ബോട്ട് ഉണ്ടാക്കാനായിരുന്നു ആദ്യം എൻ്റെ മനസ്സിൽ തോന്നിയത്. പക്ഷേ സാമ്പത്തികമായും സമയം കൊണ്ടും അതിനിപ്പോൾ കഴിയാത്തത് കൊണ്ടാണ് അത് കേരളത്തിൻ്റെ പേരിൽ ചെയ്യാമെന്ന് തോന്നിയത്. ഇതിലൊരു പക്ഷേ ഞാൻ ജയിക്കാം, അല്ലെങ്കിൽ തോൽക്കാം, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നൊരു തോന്നൽ കൊണ്ട് മാത്രമാണ് ഇതിനായി ഇറങ്ങിത്തിരിച്ചത്. ചാർട്ട് പേപ്പർ ഉപയോഗിച്ചാണ് പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഏകദേശം 40 ചാർട്ട് പേപ്പറാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിലെ ഓരോ ചാർട്ട് പേപ്പറും കൂട്ടിച്ചേർത്ത് ഒട്ടിച്ച് അത് വലിയൊരു ഷീറ്റ് പേപ്പറാക്കി മാറ്റുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 40 ചാർട്ട് പേപ്പർ ഒരുമിച്ച് ഒട്ടിച്ചെടുക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ 4 ഷീറ്റായിട്ടാണ് അത് ഒട്ടിച്ചെടുക്കുന്നത്. ഒരു ഷീറ്റ് അങ്ങനെ ഒട്ടിച്ചെടുക്കാൻ എനിക്ക് ഏകദേശം 1 മണിക്കൂറോളം വേണ്ടി വന്നു. അങ്ങനെ അത് മുഴുവൻ ഒട്ടിച്ചെടുക്കാൻ തുടങ്ങി. നമ്മുടെ രണ്ടാമത്തെ ഷീറ്റും ഇവിടെ ഒട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ഷീറ്റ് നേരത്തെ ഇവിടെ ഒട്ടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഷീറ്റും നമ്മൾ ചാർട്ട് പേപ്പർ വെച്ച് ഒരൊറ്റ ഷീറ്റായിട്ട് ഒട്ടിച്ച് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ഷീറ്റൊക്കെ നമുക്ക് വേണ്ട ചാർട്ട് പേപ്പർ എന്ന് പറഞ്ഞാൽ 9 പേപ്പറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഷീറ്റ് അങ്ങനെ നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി 2 സൈഡും കൂടെ ഉണ്ടാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ ഇപ്പം നല്ല മഴക്കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഇരുന്നാണ് ഞാനത് ഒട്ടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് വെള്ളം മേളിൽ നിന്ന് താഴോട്ട് വീഴും. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്കത് ഒട്ടിക്കാൻ കുറച്ച് ഇതാണ്. അപ്പോൾ മഴയുടെയും കൂടെ അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഒട്ടിക്കാമെന്നും പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അടുത്ത ഷീറ്റ് നമുക്ക് ഒട്ടിക്കുന്ന കാര്യങ്ങളോട്ട് പോകാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ വീടിനകത്ത് ഞാൻ എടുത്ത് വെച്ച്, അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ അത് ഇന്ന് തന്നെ റെഡിയാക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷീറ്റ് ആക്കി വെച്ചാൽ അതിന് ഈ 4 ഷീറ്റും ഈ ചാർട്ട് പേപ്പർ വെച്ച് ഉണ്ടാക്കിയ 4 വലിയ ഷീറ്റ് കമ്പൈൻ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ബാക്കി നാളെ ആയിരിക്കും ചെയ്യുന്നത്. മഴ കാരണം ആദ്യത്തെ ദിവസം അത്ര മാത്രമേ എനിക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ അടുത്ത ദിവസം ഈ ഒട്ടിച്ചു വെച്ച 4 ഷീറ്റ് ചാർട്ട് പേപ്പറും കൂടി ഒന്നിച്ച് ഒട്ടിച്ചെടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പേപ്പർ ആയതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്തേ ഓരോന്നും ഒട്ടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഇന്നലെ മഴയായിരുന്നുവെങ്കിൽ ഇന്ന് മഴയും കാറ്റും വെയിലും എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു വന്നത്. അപ്പോൾ ചുമരെ നമ്മൾ എല്ലാം സെറ്റാക്കി വരുന്നുണ്ട്. ഇന്നലെ വരെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് ഇന്നലെ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഇന്ന് ഇതിൻ്റെ 2ാമത്തെ ദിവസമാണ്. ഇപ്പം നോക്കിയേ, ഭയങ്കര വെയിലത്തിരുന്ന് ചെയ്യാന്നല്ല വേറൊരു ഓപ്ഷനും നമ്മുടെ മുന്നിലില്ല. എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കണമല്ലോ. അങ്ങനെ ഓരോന്നും വളരെ പതുക്കെ തന്നെ ചെയ്തു തീർത്തു. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ വലിയൊരു ഷീറ്റ് ചാർട്ട് പേപ്പറാണ് ഉള്ളത്. അങ്ങനെ ഇപ്പോൾ ചെയ്തെടുത്ത ഈ വലിയൊരു ഷീറ്റ് പേപ്പർ കൊണ്ട് ഇതിൻ്റെ അവസാന സ്റ്റെപ്പായ കേരളത്തിലെ ഏറ്റവും വലിയ പേപ്പർ ബോട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. സാധാരണയായി ഒരു പേപ്പർ കൊണ്ട് എങ്ങനെയാണ് ഒരു ബോട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്, അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ ടാസ്കും ഈ പേപ്പർ തന്നെയാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ഷീറ്റ് വലുതായതുകൊണ്ട് തന്നെ മടക്കിയെടുക്കുമ്പോൾ കീറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്നാലും അതൊക്കെ ശ്രദ്ധിച്ച് വളരെ സമയമെടുത്ത് തന്നെയാണ് ഓരോ സ്റ്റെപ്പുകളും ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ കുറേ അധികം നേരത്തെ ശ്രമത്തിനൊടുവിൽ അവസാനം നമ്മളത് നേടിയെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പേപ്പർ ബോട്ട് ഇനി നമ്മളുടെ പേരിലാണ്, ഓച്ചിറക്കാരൻ്റെ പേരിലാണ്.